നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണക്കാലം അടുക്കുമ്പോൾ കേരളത്തിലെ ഓരോ കുടുംബവും കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന സാധനങ്ങൾ, ഓണക്കിറ്റ്, ക്ഷേമ പെൻഷൻ, സർക്കാർ നൽകുന്ന പ്രത്യേക സഹായങ്ങൾ എന്നിവയെക്കുറിച്ചാണ് എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത്തവണയും ഓണക്കാലത്തിന് മുന്നോടിയായി സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിർണായക തീരുമാനമാണ് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നത്. സപ്ലൈകോയുടെ ഓണവിപണി ശക്തിപ്പെടുത്തുന്നതിനും അർഹരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകുന്നതിനുമായി സർക്കാർ ആകെ 253 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ഈ തീരുമാനം സാധാരണക്കാരായ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കും? ആർക്കൊക്കെയാണ് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നത്? അതുപോലെ പെൻഷൻ ഈ വർഷവും ഓണത്തിന് 4000, അതായത് 2 ഗഡു ഒരുമിച്ച് ലഭിക്കുമോ എന്നുള്ള കാര്യമെല്ലാമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതുപോലെ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്താണ്? പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഓണത്തിന് മുൻപ് സപ്ലൈകോയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇതിനൊപ്പം ക്ഷേമ പെൻഷനെ കുറിച്ചും നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളും വീഡിയോയിൽ പരിശോധിക്കാം. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം. ഈ സമയത്ത് വീടുകളിലെ ചിലവ് സാധാരണ മാസങ്ങളെക്കാൾ കൂടുതലായിരിക്കും. പുതിയ വസ്ത്രങ്ങൾ വാങ്ങണം, ഓണസദ്യ ഒരുക്കണം, ബന്ധുക്കൾ വീട്ടിലെത്തും, കുട്ടികൾക്ക് സമ്മാനങ്ങൾ വാങ്ങണം, പൂക്കളം, അലങ്കാരങ്ങൾ, മറ്റ് ആഘോഷ ചെലവുകൾ എന്നിവയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് അവശ്യ സാധനങ്ങളുടെ വില കൂടാതിരിക്കാൻ സർക്കാർ എല്ലാ വർഷവും പ്രത്യേക ഇടപെടലുകൾ നടത്താറുണ്ട്. ഇത്തവണയും അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ഇത്തവണ സർക്കാർ ആകെ 253 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് രണ്ടായി വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. അതായത് 200 കോടി രൂപ സപ്ലൈകോയുടെ ഓണവിപണി നടപ്പിലാക്കാനും, അതുപോലെ 53 കോടി രൂപ അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് കുടുംബങ്ങൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാനാണ്. ഈ 2 പ്രഖ്യാപനങ്ങളും ഓണക്കാലത്ത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ സാധാരണയായി ഓണക്കാലം അടുക്കുമ്പോൾ സ്വകാര്യ വിപണിയിൽ പല സാധനങ്ങളുടെയും വില ഉയരാറുണ്ട്. അരി, പഞ്ചസാര, പരിപ്പ്, വെളിച്ചെണ്ണ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി തുടങ്ങി നിരവധി സാധനങ്ങളുടെ ആവശ്യകത വർദ്ധിക്കും. ആവശ്യം കൂടുമ്പോൾ ചിലപ്പോൾ വിലയും ഉയരും. ഇത്തരം സാഹചര്യം ഒഴിവാക്കാനാണ് സർക്കാർ സപ്ലൈകോയെ ശക്തിപ്പെടുത്തുന്നത്. സപ്ലൈകോയ്ക്ക് ആവശ്യമായ പണം ലഭിച്ചാൽ മുൻകൂട്ടി സാധനങ്ങൾ വാങ്ങി ഗോഡൌണുകളിൽ സംഭരിക്കാൻ കഴിയും. പിന്നീട് ജില്ലകളിലെ സ്റ്റോക്കുകളിലേക്ക് വിതരണം ചെയ്യാനും എളുപ്പമാകും. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക സഹായം വളരെ പ്രധാനപ്പെട്ടതാണ്. പല കുടുംബങ്ങളും മാസാവസാന ബഡ്ജറ്റിനനുസരിച്ചാണ് ചിലവ് ക്രമീകരിക്കുന്നത്. ഓണക്കാലത്ത് ചിലവ് കൂടുമ്പോൾ ചെറിയ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാവാം. അത്തരം കുടുംബങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിച്ചാൽ വലിയ ആശ്വാസമാകും. ഒരു കുടുംബം ഓണത്തിന് വാങ്ങുന്ന സാധനങ്ങളുടെ പട്ടിക നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. അരി, പഞ്ചസാര, പരിപ്പ്, ഭക്ഷ്യ എണ്ണ, മസാലപ്പൊടികൾ, സോപ്പ്, മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ, ഇവയിൽ പലതും കുറഞ്ഞ നിരക്കിൽ ലഭിച്ചാൽ കുടുംബ ചെലവിൽ നല്ലൊരു മാറ്റവും ഉണ്ടാവും. അതുകൊണ്ടാണ് സപ്ലൈകോ ഓണം വിപണി എല്ലാ വർഷവും വലിയ പ്രാധാന്യം നേടുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് നൽകിയ വിവരമനുസരിച്ച് മുൻകാലങ്ങളിൽ ഒരുമിച്ച് ഇത്രയും വലിയ തുക അനുവദിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാക്കിയത്. പുതുക്കിയ ബഡ്ജറ്റിൽ സപ്ലൈകോയ്ക്കായി നേരത്തെ തുക വകയിരുത്തിയിരുന്നു. അതിൽ ഒരു ഭാഗം ഇതിനു മുൻപ് നൽകിയിരുന്നു. ഇപ്പോൾ ഓണക്കാലം മുന്നിൽ കണ്ട് അധിക ഫണ്ടും അനുവദിച്ചിരിക്കുകയാണ്. കൂടാതെ നിലവിൽ അനുവദിച്ചിരിക്കുന്ന തുക ചിലവഴിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും സർക്കാരിനെ സമീപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ആവശ്യമായ സാഹചര്യത്തിൽ കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള സാധ്യതയും തുറന്നു വെക്കുന്നു. ഓരോ വർഷവും പോലെ ഇത്തവണയും അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി പ്രത്യേകിച്ച് 53 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് ഓണക്കാലത്ത് ഭക്ഷ്യസാധനങ്ങളുടെ ചിലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓണക്കിറ്റിൽ ഉൾപ്പെടുന്ന സാധനങ്ങളുടെ അന്തിമ പട്ടിക സർക്കാർ പിന്നീട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവിധ തരത്തിലുള്ള സന്ദേശങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ നിലവിൽ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം സൗജന്യ കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡ് വിഭാഗത്തിന് മാത്രമാണ്. പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നതല്ലാതെ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് കാര്യം. പക്ഷേ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് സൗജന്യ കിറ്റ് ആയിരിക്കും. അതേസമയം സപ്ലൈകോയുടെ ഓണ വിപണിയിൽ ലഭ്യമാകുന്ന സബ്സിഡി നിരക്കിലുള്ള ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച നിബന്ധനകൾ സർക്കാർ പ്രത്യേകം അറിയിക്കും. അതിനാൽ സ്ഥിരീകരിക്കാത്ത സന്ദേശങ്ങൾ മാത്രം വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകളും കൂടെ ശ്രദ്ധിക്കുന്നത് വളരെ
പ്രധാനമായ കാര്യമാണ്. അതുപോലെ സപ്ലൈകോയുടെ മുൻ വർഷങ്ങളിലെ ഓണവിപണി മാതൃക പരിശോധിച്ചാൽ അരി, പഞ്ചസാര, വിവിധ പരിപ്പുകൾ, ഭക്ഷ്യ എണ്ണ, മസാലപ്പൊടികൾ, അതുപോലെ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത്തവണയും സമാന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ വില പട്ടികയും ഉൽപ്പന്നങ്ങളുടെ അന്തിമ വിവരങ്ങളും സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷമേ നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ സപ്ലൈകോയിൽ ഇത്തവണ ആവശ്യത്തിന് സാധനങ്ങൾ ലഭിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചില സ്ഥലങ്ങളിൽ ആവശ്യമായ സാധനങ്ങൾ വൈകി എത്തിയ സംബന്ധിച്ച പരാതികൾ ഉയർന്നിരുന്നു. ചില ഔട്ട്ലെറ്റുകളിൽ തിരക്ക് വർദ്ധിക്കുകയും ചില ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ തീരുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇത്തവണ സർക്കാർ നേരത്തെ തന്നെ വലിയ തുക അനുവദിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു സാമ്പത്തിക സഹായം മാത്രമല്ല, ഓണവിപണിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനത്തെ വിലയിരുത്തുന്നത്. ഓണക്കാലത്ത് ഒരു കുടുംബം വാങ്ങേണ്ട സാധനങ്ങളുടെ എണ്ണം സാധാരണ മാസത്തേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഗോഡൌണുകളിൽ ആവശ്യമായ സ്റ്റോക്ക് മുൻകൂട്ടി എത്തിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. സപ്ലൈകോയ്ക്ക് അനുവദിച്ചിരിക്കുന്ന 200 കോടി രൂപ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുക മാത്രമല്ല, വിവിധ ജില്ലകളിലെ വിതരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഈ ഫണ്ട് സഹായിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ, മാവേലി സ്റ്റോറുകൾ, മറ്റ് വിതരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സമയബന്ധിതമായി ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇനി ഓണക്കിറ്റിനെ കുറിച്ച് കൂടുതൽ വിശദമായി നോക്കാം. ഇത്തവണ അന്ത്യോദയ അന്യയോജന വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും. ഇതിനായി സർക്കാർ 53 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഓണക്കിറ്റ് വിതരണം ആരംഭിക്കുന്ന തീയതി, വിതരണം ചെയ്യുന്ന റേഷൻ കടകൾ, അതുപോലെ കിറ്റിൽ ഉൾപ്പെടുന്ന സാധനങ്ങളുടെ അന്തിമ പട്ടിക എന്നിവ പിന്നീട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ മഞ്ഞ കാർഡുകാർക്ക് മാത്രം ആനുകൂല്യമാണോ? ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. സൗജന്യ കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡ് വിഭാഗത്തിനാണ്. എന്നാൽ സപ്ലൈകോ ഓണവിപണി എന്നത് കൂടുതൽ വ്യാപകമായ സംവിധാനമാണ്. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പിന്നീട് അറിയിക്കും. അതുകൊണ്ട് ഔദ്യോഗിക അറിയിപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് വരാം. ഓണക്കാലത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 4000 രൂപ ലഭിക്കുമോ എന്നുള്ളതാണ്. പലരുടെയും സംശയം ഇതാണ്. സോഷ്യൽ മീഡിയയിലും വിവിധ ചർച്ചകളിലും ഇത് സംബന്ധിച്ച് നിരവധി വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുന്ന ഘട്ടത്തിലാണ് സർക്കാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില റിപ്പോർട്ടുകൾ ഓണക്കാലത്ത് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകാനുള്ള സാധ്യതയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമെന്ന് സർക്കാർ ഇതുവരെ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ സ്ഥിരീകരിച്ച വാർത്ത ലഭിച്ചിട്ടില്ല. സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന തുക, വിതരണ തീയതി, മറ്റ് വിശദാംശങ്ങൾ എന്നിവ ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ശ്രദ്ധിക്കുക. ഈ വർഷത്തെ ഓണക്കാലത്ത് സാധാരണ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക എന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നതായി പ്രഖ്യാപനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. സബ്സിഡി നിരക്കിൽ ആവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുക, സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുക, വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടുക, ഇവയെല്ലാം ഓണക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നടപടികളാണ്. ഓണക്കാലം മുന്നിൽ കണ്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നടപടികൾ നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.